ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതം. 22-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. എവിടെയാണ് ദൈവം വസിക്കുന്നത്? നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തെ കുറിച്ച് നമുക്കറിയാം. പഠിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ 3 ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അതിവിശുദ്ധ സ്ഥലമല്ലേ, അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപെട്ടകം ഉണ്ടായിരുന്നു. തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ട നിയമപെട്ടകം, ഗദർമരം കൊണ്ടുണ്ടാക്കി, തങ്കം കൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ അതിന്റെ മുകളിൽ കൃപാസനം ഉണ്ടായിരുന്നു. മരുഭൂയാത്രയിൽ അവർക്ക് ലഭിച്ച കൽപ്പലകൾ അതിലുള്ള ഉണ്ടായിരുന്നു. അഹറോന്റെ തലത്തോടി ഉണ്ടായിരുന്നു. മണ്ണയിട്ട് വെച്ച പൊൻപാത്രം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഓരോ വ്യാഖ്യാനങ്ങളും ഓരോ ആത്മീക അർത്ഥങ്ങളുണ്ട്. പുതിയ നിയമസഭയും ഉള്ളതെന്ന് അവിടെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന് ഇരിക്കുവാനായി ഒരു സിംഹാസനം അവിടെ ഇട്ടതായി കാണുന്നില്ല. അല്ലെ, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതന് അല്പം റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇരിക്കുവാനായി ഒരു സ്ഥാപനം, ഒരു എന്ന് പറയുമ്പോൾ ഒരു സിംഹാസനം പോലെ മഹാപുരോഹിതനാണ്, ആണ്ടിൽ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതൻ. അപ്പോൾ എവിടെയാണ് കർത്താവ് ഇരിക്കുന്നത്? അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ അവൻ വസിക്കുന്നു. എവിടെയാണ് കർത്താവ് വസിക്കുന്നത്? ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ സ്തുതികളിന്മേലാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട സ്തുതികൾ ഉയരുമ്പോൾ ആ സ്തുതികളിന്മേലാണ് വസിക്കുന്നത്. എങ്ങനെയുള്ള സ്തുതി ഉയരണം? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഉയരപ്പെടുന്ന സ്തുതിയായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ പരപ്രേരണ, നമുക്ക് സ്തോത്രം ചെയ്യാമെന്ന് പറഞ്ഞ് പരപ്രേരണയാലുള്ള സ്തുതികളല്ല. നിനക്ക് ദൈവം ചെയ്ത, നിന്നോട് ദൈവം കാണിച്ച മനസ്സലിവും സഹതാപവും ദൈവമോർത്ത്, അല്ലെങ്കിൽ അധമപാതാളത്തിൽ കിടന്ന് നിന്നെ ദൈവം രക്ഷിച്ച് വീണ്ടെടുത്ത് നിത്യതയിലേക്ക് നിനക്കൊരു അവകാശം തന്ന് നിന്നെ തേടി വന്ന രക്ഷകനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് നിന്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് നിന്റെ വായിൽ കൂടി വരുന്ന സ്തുതികളിന്മേൽ ഇസ്രായേലിന്റെ ദൈവം വസിക്കുന്നു. നമുക്കറിയാം, വിവാഹിതരാകാൻ പോകുന്ന, വിവാഹ ശുശ്രൂഷയിലൊക്കെ കണ്ടിട്ടുണ്ട്, വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷനും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പ്രത്യേകമായിട്ടുള്ള ചെയറുകളുണ്ട്. അവിടെ ആർക്കും ഇരിക്കുവാനായി പറ്റില്ല, അത് അവർക്ക് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യേക VIP കൾ വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? പ്രത്യേകമായ കസേരകൾ, അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കപ്പെട്ട സിംഹാസനങ്ങൾ പോലെയുള്ള കസേരകൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ദൈവത്തിന് അവിടെ ഇരിക്കുവാൻ എന്തില്ല? ഒരു സിംഹാസനം പണിയുവാൻ കർത്താവ് പറഞ്ഞില്ല. കാരണം കർത്താവിന് ഒരു സിംഹാസനത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. കർത്താവ് വസിക്കുന്നത് എപ്പോഴും തൻ്റെ ജനത്തിന്റെ സ്തുതികളിന്മേല. ദൈവത്തിന്റെ പൈതലേ, നമ്മളിൽ നിന്ന് സ്തുതി ഉയർത്താതിരിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതം തുടങ്ങുന്ന, അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ വിശ്രമിക്കും വരെയും നമ്മുടെ ജീവിതത്തിൽ ഓരോ അല്ലലുകളും ഉഴൽച്ചകളും ഇടർച്ചകളും കൊണ്ടുവന്ന് നമ്മളിൽ നിന്ന് ഉയരേണ്ട സ്തുതി, നമ്മളുടെ വായിൽ നിന്ന് ഏത് കഷ്ടതയിൽ കൂടി കടന്നുപോയാലും സ്തുതി ഉയർന്നെങ്കിൽ മാത്രമേ ദൈവിക സാന്നിധ്യം നമ്മളുടെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോൾ, നമ്മൾ കിളയ്ക്കുമ്പോഴാകാം, നമ്മൾ വീട്ടിൽ എന്ത് ചെയ്താലും കൊള്ളാം, അല്ലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരാകാം, എന്ത് ചെയ്താലും കൊള്ളാം, ഇതിനോടൊപ്പം ചേർന്ന് നമ്മളിൽ നിന്ന് എന്തുയരണം? സ്തുതി ഉയരണം. ഉച്ചത്തിൽ ഒരു പക്ഷേ എപ്പോഴും സ്തുതിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിനക്ക് സ്തുതിക്കുവാൻ കഴിയും. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ സ്തുതികൾ മേൽ വസിക്കുന്ന ദൈവം നിന്നോടുകൂടി, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടി. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നിന്നിൽ നിന്ന് സ്തുതി ഉയരാതിരിക്കുവാൻ തക്കവണ്ണം പിശാച് തന്ത്രങ്ങൾ ഒരുക്കി നിസാര കാര്യത്തിന്റെ ഒരു വീട്ടിലൊരു വഴക്കുണ്ടാകുന്നതിന് അധികം കാരണമൊന്നും. ഒരു നിസാര കാര്യം മതി. ഭാര്യ ഒന്ന് മുഖം കറുത്ത് കാണിച്ചാൽ തുടങ്ങാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ വീട്ടിൽ. ഭർത്താവ് ഒരു ശബ്ദം ഒന്ന് ഉച്ചത്തിൽ ഉയർത്തിയാൽ തുടങ്ങാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അന്നത്തെ ദിവസം നമുക്കൊരിക്കലും സ്തുതി ഉണ്ടാകുകയില്ല.
പിന്നെ നമ്മളൊന്ന് ഉറങ്ങി തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്ന് എന്തുള്ളൂ അത് മാറിപ്പോയി വീണ്ടും നമ്മൾക്ക് പഴയ മനുഷ്യരെ പോലെ ആയി സ്തുതി ഉയർത്തുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നീ ഞാനും വിവേകത്തോടും പരിജ്ഞാനത്തോടും ശത്രുവിന്റെ തന്ത്രങ്ങൾ, അതാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞത്, ശത്രുവിന്റെ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ, നിങ്ങൾക്ക് അതിനുള്ള പരിജ്ഞാനം തന്നിട്ടുണ്ടെന്നേ, ദൈവം തന്നിട്ടുണ്ടെന്നേ പരിജ്ഞാനം. അപ്പൊ പരിജ്ഞാനം എന്ന് പറയുന്നത് ഞായറാഴ്ച ആമീസ്തോത്രം ധരിക്കുന്ന വസ്ത്രധാരണ, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള പരിജ്ഞാനമല്ല. അത് മാത്രമല്ല പരിജ്ഞാനം. വിശുദ്ധന്മാരുടെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം, ഏത് ചെരുപ്പിടണം, എങ്ങനെ തലമുടി ചീക്കണം, ഈ പരിജ്ഞാനമല്ല പരിജ്ഞാനം. അത് പരിജ്ഞാനമല്ല എന്നല്ല, അതും തന്നെ പരിജ്ഞാനം. ആമീസ്തോത്രം നോക്കിയാൽ, സഭകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്ര വിശുദ്ധന്മാർ എത്രയോ ദുഃഖമായിരിക്കും അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത്. പലരുടെയും വേഷവിധാനങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ പിന്നിലിരിക്കുന്ന സഹോദരന്മാർ, എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ തുറന്നു പറയുകയാണ്, സ്നേഹം സംബന്ധിച്ച് പലപ്പോഴും കണ്ണടച്ചു പോകത്തക്കവണ്ണമുള്ള വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ആരാധനയ്ക്ക് ആലയങ്ങളിലേക്ക് കടന്നു വരുന്ന സഹോദരിമാരുടെ ജീവിത അനുഭവങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് തീരെ പരിജ്ഞാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ദൈവത്തിന്റെ വയതിലേ നമുക്ക് എല്ലാത്തിനും ദൈവം ഒരു പരിജ്ഞാനം തന്നു. അത് കർത്താവ് പറഞ്ഞേ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നിന്നിൽ നിന്ന് സ്തുതി ഉയർന്ന ദൈവം നിന്റെ സ്തുതിയിൽ നിന്റെ കൂടെ ഇരിക്കും. നിന്നിൽ നിന്ന് സ്തുതി ഉയർന്നില്ലെങ്കിൽ പിശാച് നിന്നെ എന്ത് ചെയ്യും? നിന്നെ കുത്തിക്കൊണ്ടിരിക്കും. നിന്നെ ഏതെങ്കിലും തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും, നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, നിന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരംഭത്തിലെ വിത്ത് വിതയ്ക്കുമ്പോൾ തന്നെ നീ എന്ത് ചെയ്യണം? മാറിക്കോണം. സ്തോത്രം പറഞ്ഞിട്ട് മാറിക്കോണം. കഥമടച്ചിട്ട് അല്പസമയം പോയി ഒരു 5 മിനിറ്റെങ്കിലും ആരും കാണാതെ ആരും കേൾക്കാതെ ഒരു സ്തോത്രം പറയുന്നത് കേൾക്കുമ്പോൾ പിശാച് നിന്നെ ഉപദ്രവിക്കും, നിന്നെ കുത്താൻ വരുന്ന പിശാച് ഓടിപ്പോകും. ദൈവത്തിന്റെ വയതിലെ നിന്റെ സ്തുതി വരുമ്പോൾ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ പഴയ നിയമത്തിൽ വസിച്ച ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയും. മന്ദിരത്തിൽ എന്തുണ്ട്? മന്ദിരത്തിൽ യാഗമുണ്ട്, യാഗാർപ്പണമുണ്ട്, സ്തോത്രത്തിന്റെ സ്തുതിയുടെ സ്വരമുണ്ട്, നാദമുള്ള കൈത്താളങ്ങളുണ്ട്, ഉച്ചനാദമുള്ള കൈത്താളങ്ങളുണ്ട്. ദൈവത്തിന്റെ വയതിലെ ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ചിലർക്ക് ആവശ്യത്തിന് എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരുമാതിരി ചത്ത മനുഷ്യരെ പോലെ ഞായറാഴ്ച കസേരകൾ വന്നിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കൈ ഒന്നും ചലിപ്പിക്കുകയില്ല. പിന്നെ ചിലർ കൈ ചലിപ്പിക്കുന്നു, അവരങ്ങ് ചുമ്മാ കൈയിട്ടങ്ങ് കുലുക്കുകയും. ഇതൊന്നും ആരാധനയല്ല ദൈവത്തിന്റെ. കൈയിട്ട് കുലുക്കുന്നൊന്നും അല്ല ആരാധന. നിന്റെ കൈ ഉണ്ടല്ലോ 4-5 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് വികസിപ്പിക്കുവാൻ കഴിയുന്ന കൈയുടെ വെള്ളയുണ്ടല്ലോ. സങ്കീർത്തനത്തിൽ പറയുന്ന നാദമുള്ള കൈത്താളങ്ങളോടെ, അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടെ യഹോവയെ സ്തുതിപ്പീൻ. കൈയിട്ട് കുലുക്കുകയല്ല, കൈയിട്ട് വിറപ്പിക്കുകയല്ല ആരാധന എന്ന് പറയുന്നത്. നാദമുള്ള കൈത്താളങ്ങളോടും അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടും ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ നീ ആരാധിക്കുമ്പോൾ ആ സ്തുതിയിൽ, ആ ആരാധനയിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ സകല സങ്കടങ്ങൾക്കും ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് പരിഹാരം വരുത്തി തരും. അതാണ് ജോസഫിനെ കുറിച്ച് പറഞ്ഞത്, ദൈവം അവനോട് കൂടെ ഇരുന്നു, അവന്റെ സകല സങ്കടങ്ങളും അവനെ വിടുവിച്ചു. ദൈവത്തിന്റെ വഴിയിലെ നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം നമ്മെ വിടുവിപ്പാൻ നമ്മോട് കൂടെ എല്ലാ സമയത്തും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തെ അനുവദിക്കാം, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. വചനങ്ങളാൽ ദൈവം നമ്മളെ